Okay, dear students, next let us look at the KVL law. Okay, what is the statement of the KVL law and what do we interpret by that? നമ്മൾ അത് വെച്ചിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? So KVL statement. So if anybody asks you what is the KVL law, അപ്പോൾ നമ്മൾ പറയേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. Okay, so what is the statement? The algebraic sum of all the voltages in any closed circuit or mesh or loop is 0. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്, കെ വി എല്ലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ആൽജിബ്രൈക് സം ഓഫ് ഓൾ ദ വോൾട്ടേജസ് ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ഓർ മെഷ് ഓർ ലൂപ്പ് ഈസ് 0. ഇവിടെ നോക്കി, ഞാൻ 0 ഇത്തിരി എംഫസൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. കാരണം അതാണ് ഇതിനകത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. ദാറ്റ് നമ്മൾ ഒരു ലൂപ്പിനകത്തുള്ള വോൾട്ടേജസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ സം അല്ലെങ്കിൽ അതിൻ്റെ ആൽജിബ്രൈക് സം എപ്പോഴും 0 ആയിരിക്കും. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ആസ് ഫാർ ആസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആർ കൺസേൺഡ് ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആർ കൺസേൺഡ്. ബിക്കോസ് ഇതാണ് നമ്മൾ തന്നെയും പിന്നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്ത് അതിനകത്തുള്ള അൺനോൺ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. നമുക്ക് നോക്കാം, ഒരു ലൂപ്പ് എടുക്കാം. ലെറ്റ്സ് ടേക്ക് ദിസ് ലൂപ്പ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദിസ് ലൂപ്പ്. ഈ ലൂപ്പിനകത്ത് ഞാൻ ഒന്നുകൂടി ലൂപ്പ് വരയ്ക്കുകയാണ്. ഈ ലൂപ്പ്, ഓക്കെ, this is the loop. Now in this loop there is this element, this element, this element as well as this element. ഈ 4 എലമെൻറ്റും ഉണ്ട്. ഈ 4 എലമെൻറ്റിൻ്റെ അകത്ത് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും നമുക്കറിയില്ല. ലെറ്റ്സ് സേ ഇതിൻ്റെ വോൾട്ടേജ് V ആണ്. ഈ ഓരോ വോൾട്ടേജ്, ലെറ്റ്സ് സേ ദിസ് ഇസ് V. ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഇപ്പോൾ എ ബിയുടെ ഇടയിലായതുകൊണ്ട് VAB എന്നായിരിക്കും. അങ്ങനെ BGൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് നമുക്ക് പറയാം. സോ ഞാനതിനെ ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഐ വിൽ ജസ്റ്റ് റൈറ്റ് ദിസ് ബി V, ദിസ് ബി V1, ദിസ് ബി V2, ദിസ് ബി V3. ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അതെല്ലാം കൂടി എനിക്ക് ആഡ് ചെയ്താൽ, സോ V പ്ലസ് V1 പ്ലസ് V2 പ്ലസ് V3 വിൽ ബി 0. അതാ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ചുമ്മാ അഡീഷൻ എഴുതിയിട്ട് ഇസ് ഈക്വൽ ടു 0 എഴുതിയ കാര്യം പോരാ, നമ്മൾ ഇതിൻ്റെ പൊളാരിറ്റിയും കൂടി നോക്കണം, വോൾട്ടേജിൻ്റെ പൊളാരിറ്റി. അപ്പോൾ ഒരു എലമെൻറ്റ് കണ്ടിട്ട് വോൾട്ടേജിൻ്റെ പൊളാരിറ്റി എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഒരു എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ദർ ഇസ് എ റെസിസ്റ്റർ. ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് VR ആണെങ്കിൽ ഇതിൻ്റെ പൊളാരിറ്റി എന്തായിരിക്കും? പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് സൈൻ എവിടെയാണ്, മൈനസ് സൈൻ എവിടെയാണ്? കറൻറ്റിൻ്റെ ഡയറക്ഷനാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇത് പോസിറ്റീവായിരിക്കും, ഇത് നെഗറ്റീവായിരിക്കും. ഇനി എങ്ങാണ്ട് കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ, കറൻറ്റ് ഈ ഡയറക്ഷനിൽ നിന്നാണെങ്കിൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇതിന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നൊരു റൂൾ എന്താണെന്ന് വെച്ചാൽ, കറൻറ്റ് എൻട്രിങ് കറൻറ്റ് എവിടെയാണോ, കറൻറ്റിൻ്റെ കറൻറ്റ് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. അപ്പോൾ എവിടെയാണോ കറൻറ്റ് എൻ്റർ ചെയ്യുന്നത്, എലമെൻറ്റിൻ്റെ ഉള്ളിൽ കറൻറ്റ് എവിടെയാണോ എൻ്റർ ചെയ്യുന്നത്, ആ പോർഷൻ പോസിറ്റീവും അതിൻ്റെ മറ്റേ അറ്റം നെഗറ്റീവും ആയിരിക്കും. അത് റെസിസ്റ്റൻസ് ആവാം, കപ്പാസിറ്റർ ആവാം, ഇൻഡക്ടർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ സോഴ്സിനൊരിക്കലും അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി തന്നിട്ടുണ്ടാവും, ഗിവൺ ആണ്. ഓക്കെ, അപ്പം കറൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇനി ഈ സർക്യൂട്ടിലോട്ട് തിരിച്ചു നോക്കുമ്പം ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കറൻറ്റ് വരച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെയും കറൻറ്റ് വരച്ചിട്ടില്ല. ഇപ്പം ഞാൻ സപ്പോസ് പറയുവാണ്
ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, അതുകൊണ്ട് കറണ്ട് ഇങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ അസ്യൂം ചെയ്താൽ എനിക്ക് കറണ്ട് അങ്ങനെ വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ ഇവിടെ ഇങ്ങനൊരു കറണ്ട് ഐ ഉണ്ടെന്ന് പറയും. അങ്ങനെ പറയുവാണെങ്കിൽ ഒബിയസ്ലി V1 കൂടെ ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്, V2 കൂടെയും ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്, V3 കൂടെ കറണ്ട് ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ V1 കൂടെ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. ഓക്കെ. അതേസമയം ഞാൻ തിരിച്ചാണ് കറണ്ട് വരയ്ക്കുന്നതെങ്കിൽ, ഞാൻ തിരിച്ച് ഇങ്ങനെ കറണ്ട് വരച്ചു എന്ന് വിചാരിക്കുക. ഇങ്ങനെ കറണ്ട് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. എന്തുകൊണ്ടാണ്? കാരണം കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. എല്ലാ എലമെൻറ്റിലും പൊളാരിറ്റി അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ പൊളാരിറ്റിയും കൂടി നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പം ഞാൻ ജസ്റ്റ് ഹോൾഡ് ഓൺ. ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇങ്ങനെ കറണ്ട് അസ്യൂം ചെയ്തു. ഇത് കാരണം ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി. എന്തുകൊണ്ടാണ്? കാരണം കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ, ശ്രദ്ധിച്ചോണോ ഇത്? എനിക്ക് രണ്ട് രീതിയിൽ എഴുതാം. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബോഗിയുടെ ഒരു എക്സാമ്പിൾ പറയാം. ട്രെയിനിൻ്റെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെറിയ ബോഗീസ് ഉണ്ട് അല്ലേ? ഒരു ബോഗി, ഓക്കെ, കുറേ ടയേഴ്സ് ഉണ്ട്. അടുത്ത ബോഗി, ഓക്കെ, അതിന് കുറേ ടയേഴ്സ് ഉണ്ട്. അടുത്ത ബോഗി, ഇതെല്ലാം ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇനി ഇതിനകത്ത് ബാക്ക് സെക്ഷൻ ഉണ്ടാവും, ഫ്രണ്ട് ഉണ്ടാവും. ബാക്ക് സെക്ഷൻ ഉണ്ടാവും, ഫ്രണ്ട് സെക്ഷൻ ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ, രണ്ട് ഡോർ ഉണ്ടാവും. ബാക്കിലായിട്ടുള്ള ഡോർ ഉണ്ടാവും, ഫ്രണ്ടിലായിട്ടുള്ള ഡോർ ഉണ്ടാവും. ഓക്കെ. എന്നിട്ട് ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് ഈ ബോഗീസ്. ഇങ്ങനെ ഒരു ബോഗി ഇങ്ങനെ പല ബോഗികളും ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അതിൻ്റെ ഈ എല്ലാ ബോഗീൻ്റെ ബാക്ക് സൈഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇതാണ് ബാക്ക് സൈഡ്. അടുത്തതിൻ്റെ ബാക്ക് സൈഡ് ഏതാണ്? ഇതാണ് ബാക്ക് സൈഡ്. ഇതിൻ്റെയോ ഇതാണ് ബാക്ക് സൈഡ്. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഏതാ? ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇതാണ് ഫ്രണ്ട് സൈഡ്. അപ്പം ബോഗിക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉള്ള പോലെ തന്നെ നമ്മൾ ഇതിനെയും നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഇതും ഒരു സെറ്റ് ഓഫ് ബോഗീസ് മാതിരി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വി ക്യാൻ വാച്ച് ദം ആസ് എ സെറ്റ് ഓഫ് ബോഗീസ്. എങ്ങനെയാ നോക്കിക്കേ, ഇതൊരു ബോഗിയാണ്, ഇതടുത്ത ബോഗിയാണ്, ഇതടുത്ത ബോഗിയാണ്, ഇതടുത്ത ബോഗിയാണ്. അങ്ങനെ ഇതെല്ലാം ഓരോരോ ബോഗി കണക്ട് ചെയ്തിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഞാനൊരു ബോഗി എടുത്തു, ഇവിടെ ഞാനൊരു ബോഗി എടുത്തു. ഈ ബോഗിയുടെ ഫ്രണ്ട് ഏതാ? ഇതാണ്. ഈ ബോഗിയുടെ ഫ്രണ്ട് ഏതാ? ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ബോഗിയുടെ ഫ്രണ്ടും ബാക്കും നമുക്ക് ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ഫ്രണ്ട് ഓഫ് ദ ബോഗി എന്നായിരിക്കും ഇനി മുതൽ പറയുക. ഓക്കെ. ഇപ്പോൾ ഫ്രണ്ട് ഓഫ് ദ ബോഗി നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഫ്രണ്ട് ഓഫ് ദ ബോഗി ഏതാണ്? ഇതാണ്. ഇവിടെ ഫ്രണ്ട് ഓഫ് ദ ബോഗി ഏതാ? ഇതാ. ഇവിടെ ഫ്രണ്ട് ഓഫ് ദ ബോഗി ഏതാണ്? ഇത്. ഇവിടെ ഫ്രണ്ട് ഓഫ് ദ ബോഗി ഏതാണ്? ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതേണ്ടിയ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ, ഞാനിത് മായ്ക്കുകയാണ്, എങ്ങനെയാണ് എഴുതേണ്ടിയത് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും എഴുതേണ്ടിയ രീതി നോക്കിക്കോ. ഞാൻ ഫ്രണ്ട് ഓഫ് ദ ബോഗി വെച്ച് എഴുതുക. ഫ്രണ്ട് ഓഫ് ദ ബോഗി ഇവിടെ എന്താണ്? പോസിറ്റീവ്. കറക്റ്റ്, ഇവിടെ പോസിറ്റീവ്. അപ്പം ഞാനിതിവിടെ പോസിറ്റീവ് വി. നെക്സ്റ്റ് എന്താണ്? ഫ്രണ്ട് ഓഫ് ദ ബോഗി എന്താണ്? ഇത്. അപ്പോൾ അതെന്താണ്? മൈനസ് ആണ്. അപ്പം നെഗറ്റീവ് പൊളാരിറ്റിയാണ്. സോ -V1. നെക്സ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ബോഗി ഏതാണ്? ഇതാണ് അല്ലേ? അതും എന്താ? മൈനസ് ആണ്. സോ -V2. നെക്സ്റ്റ് ഈ ബോഗി എന്താണ്? ഫ്രണ്ട് നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ബിക്കംസ് -V3. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്.
നമുക്ക് ഇത് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ബാക്ക് ഓഫ് ദ ബോഗി എന്ന് എഴുതാം. ബാക്ക് ഓഫ് ദ ബോഗി എഴുതുവാണെങ്കിൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക് ഓഫ് ദ ബോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്തിട്ട് എഴുതാം. ബാക്ക് ഓഫ് ദ ബോഗി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈ കമ്പോണൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ഓഫ് ദ ബോഗി ഇത്, ഇവിടെ ബാക്ക് ഓഫ് ദ ബോഗി ഇത്, ഓക്കെ, ഇവിടെ ബാക്ക് ഓഫ് ദ ബോഗി ഇത്, ഇവിടെ ബാക്ക് ഓഫ് ദ ബോഗി ഇത്. അപ്പോൾ അത് എഴുതുമ്പോഴത്തേക്ക് ഞാൻ എഴുതും -v. കാരണം എന്താ, ഇത് മൈനസ് ബാക്ക് ഓഫ് ദ ബോഗി. ഇപ്പം എന്താ പൊളാരിറ്റി? മൈനസ്. ഇതിൻ്റെ ബാക്ക് ഓഫ് ദ ബോഗി എന്താണ് പൊളാരിറ്റി? പ്ലസ്. സോ പ്ലസ് v1 നെക്സ്റ്റ് പ്ലസ് v2 പ്ലസ് v3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആ ലൂപ്പിലുള്ള മൊത്തം വോൾട്ടേജ് എടുത്തു, അതിനെ ഈസ് ഈക്വൽ ടു 0 ആക്കി. അപ്പോൾ നമുക്ക് 2 ഡിഫറെൻറ്റ് ഇക്വേഷൻ ആണോ കിട്ടിയിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ഇക്വേഷൻ അല്ല കിട്ടിയത്. കാരണം ഇതിനകത്ത് v3നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്, v2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്, v1നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇതെല്ലാം എന്തായി? -v3 ആവും, -v2 ആവും, -v1 ആവും. അതേപോലെ -vനെയും ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഈസ് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അതെന്തായി? +v. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ബാക്കി ഇവിടെ എന്താ റിമെയിൻ ചെയ്യുക? ഒന്നുമില്ല, ബാക്കി ഇവിടെ റിമെയിൻ ചെയ്യുന്നത് 0. അപ്പോൾ നോക്കിക്കേ, ഇപ്പം ഈ ഇക്വേഷനും രണ്ടും സെയിം ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഓഫ് ദ ബോഗി വെച്ചിട്ട് സർക്യൂട്ട് മൊത്തം എഴുതാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ദ ബോഗി വെച്ചിട്ട് നമുക്ക് സർക്യൂട്ടിൻ്റെ മൊത്തം ഇക്വേഷൻ എഴുതാം. എന്താണെങ്കിലും ഒരെണ്ണത്തിൻ്റെ ബാക്കും മറ്റതിൻ്റെ ഫ്രണ്ടും അങ്ങനെ ഒരിക്കലും എടുക്കരുത്. ഒന്നെങ്കിൽ എല്ലാം പൊളാരിറ്റി, ബാക്കിലെ പൊളാരിറ്റി എടുക്കണം, ഓക്കെ, ബാക്കിലെ പൊളാരിറ്റി എടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിലെ പൊളാരിറ്റി എടുക്കണം. ഏതെടുത്താലും ആൻസർ ശരിയായിരിക്കും. അപ്പം ഞാനിവിടെ ഇതെല്ലാം മായ്ക്കുകയാണ്, കാരണം നോട്ട്സിനകത്ത് നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ദാറ്റ് സേസ്. അപ്പം നമ്മൾ എപ്പോഴും വോൾട്ടേജിന് ഒരു ലൂപ്പിലും പറ്റും, മെഷിലും പറ്റും, ഏതിനകത്തും പറ്റും. ഇപ്പം ഇവിടെ ലൂപ്പായിട്ട് എടുത്തിരിക്കുന്നത് ഇതാണ് അല്ലേ, ഇവിടെ ലൂപ്പായിട്ട് എടുത്തിരിക്കുന്നത് ഇതാണ് ഞാൻ ലൂപ്പായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ വേറൊരു ലൂപ്പ് എടുക്കാം. ഏത് ലൂപ്പാണ് എടുക്കാൻ പറ്റുന്നത്? എനിക്ക് വേണമെങ്കിൽ ഇതൊരു ലൂപ്പായിട്ട് എടുക്കാം അല്ലേ. എന്നിട്ട് ആ ലൂപ്പിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് അവിടെയും വേണമെങ്കിൽ എനിക്ക് KVL എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി KVL. ഇതിൻ്റെ ബേസിസിൽ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആവും.